ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് വാട്ടർ കളറിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്നുള്ള ആദ്യം നോക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഓരോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ബോക്സിൻ്റെ ആ ഒരു പിക്ചർ കണ്ടല്ലോ, പലതിലും പല പിക്ചറായിരിക്കും കേട്ടോ. ആർട്ടിസ്റ്റ് വാട്ടർ കളർ എന്ന് എഴുതിയത് തന്നെ നോക്കിയിട്ട് വാങ്ങുക. ഞാൻ ക്യാമലിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് അതാണ്. പിന്നെ നമ്മൾ വാട്ടർ കളറിൻ്റെ ബുക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, സാധാരണ ബുക്കല്ല, വാട്ടർ കളറിൻ്റെ GSM കൂടിയിട്ടുള്ള ബുക്ക്. പിന്നെ 2 റൗണ്ട് ബ്രഷാണ്, ഒന്ന് ഒരു പോയിൻ്റ് ബ്രഷ്, മറ്റത് 13 എന്നുള്ള നമ്പറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ GSM കൂടിയതെന്ന് വെച്ചാൽ കട്ടി കൂടിയ പേജുള്ള ബുക്ക് കേട്ടോ. അത് ആ ബുക്കിൻ്റെ പുറത്തുണ്ടാവും, നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ കളറിൽ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ലോക്കലായിട്ടുള്ള ബുക്സ് ആണെന്നുണ്ടെങ്കിൽ വെള്ളം തട്ടുമ്പോഴത്തിന് പേജൊക്കെ ഡാമേജ് ആവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ പേജിൽ. അതായത് നമ്മൾ പെയിൻ്റ് ഇല്ലാതെ വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിക്കുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ഉണങ്ങുന്നതിന് മുന്നാണ് നമ്മൾ ഫസ്റ്റ് ടോൺ ചെയ്യുന്നത്. ഫസ്റ്റ് ടോൺ നമ്മൾ ലെമൺ യെല്ലോ യൂസ് ചെയ്തു, സാപ്പ് ഗ്രീൻ യൂസ് ചെയ്തു, പിന്നെ താഴെ കൊടുക്കുന്നത് പ്രഷ്യൻ ബ്ലൂ ആണ് കേട്ടോ. നമ്മൾ സ്കൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊബാൾട്ട് ബ്ലൂ ആണ് ചെയ്യുന്നത് കേട്ടോ. ഓരോ പ്രാവശ്യവും നമ്മുടെ പാലറ്റിൽ വെച്ചിട്ടുള്ള ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ പേപ്പറിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പോഴാണ് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ ഫസ്റ്റ് ടോൺ നമ്മൾ ഇവിടെ ഡ്രൈ ആവാനായിട്ട് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വെയിലിൻ്റെ താഴെയൊന്നും കൊണ്ടുപോയി വെക്കരുത്, നാച്ചുറലായിട്ടുള്ള ആ ഒരു ഇതിൽ അങ്ങനെ ഉണങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, വെള്ളം വെച്ചിട്ട് നമ്മൾ എന്തിനാണ് ഫസ്റ്റ് വാഷ് ചെയ്തത് എന്നുള്ളത്. അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടോൺ കൊടുക്കുമ്പോൾ നമ്മൾ ബ്രഷ് വലിച്ചിട്ടുള്ള ആ മാർക്കുകളുണ്ടല്ലോ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് വൃത്തിയിൽ ആ ഒരു പതലത്തിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു കളർ മറ്റൊരു കളറിനോട് ലയിച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് വെള്ളം വെച്ചിട്ട് അപ്ലൈ ചെയ്തത്. ഒരുപാട് വെള്ളം ഉപയോഗിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ബേൺസീനെയാണ് യൂസ് ചെയ്യുന്നത്. ബേൺസീന എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രൗൺ ടോണുള്ള കളറില്ലേ, ഓരോ ട്യൂബുമ്മലും പേരുണ്ടാവും, അത് നോക്കിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. നമ്മളിപ്പോൾ സെക്കൻഡ് ടോണാണ് ചെയ്യുന്നത് കേട്ടോ. സാപ്പ് ഗ്രീനും അതിലേക്ക് കുറച്ച് കൊബാൾട്ട് ബ്ലൂ മിക്സ് ചെയ്തിട്ട് പാലറ്റിൽ കേട്ടോ, അതിൻ്റെ കണ്ടൻറ്റ് കൂട്ടിയും കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ കളർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മരം നിൽക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് നാച്ചുറലായിട്ട് ഒരു പിക്ചറാണെങ്കിലും ഉള്ളതാണെങ്കിലും ഒക്കെ ചില ഭാഗത്ത് ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവില്ല. ആ ഒരു എഫക്റ്റാണ് നമ്മൾ കാണിക്കുന്നത്. വീഡിയോ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ക്ലാസ്സിലും എന്താ പറയുക, ഓരോരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ കാണുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും വിട്ടുപോകരുത് കേട്ടോ. ട്രീ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാപ്പ് ഗ്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഡാർക്കായ ഭാഗത്ത് ഡാർക്കും ലൈറ്റായിട്ടുള്ള ഭാഗത്ത് ലൈറ്റും തന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. കൂടുതൽ ഡാർക്ക് വേണം എന്നുണ്ടെങ്കിൽ സാപ്പ് ഗ്രീനിലേക്ക് കുറച്ച് ബ്ലൂ ആഡ് ചെയ്തിട്ട്, അതായത് പാലറ്റിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ.
നമ്മൾ പാലറ്റിൽ കുറച്ച് ഡാർക്ക് ടോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ബേൺസിനെയും സാപ്പ് ഗ്രീനും മിക്സ് ചെയ്തിട്ടാണ് ഡാർക്ക് ടോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ ബ്ലാക്ക് യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ മരത്തിൻ്റെ ഒരു സൈഡിൽ ലൈറ്റ് ആണെങ്കിൽ മറ്റേ ഭാഗത്ത് ഡാർക്കായിരിക്കും. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് ചില ഭാഗത്ത് കുറച്ചുകൂടി ഡാർക്ക് ടോണ് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ സാപ്പ് ഗ്രീനിലേക്ക് പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്തിട്ടാണ് ഡാർക്ക് ടോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ബ്ലാക്ക് കളറ് മിക്സ് ചെയ്യരുത് കേട്ടോ. പാലറ്റിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്രത്തോളം ബ്ലൂ സാപ്പ് ഗ്രീനിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളത്. അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബ്ലൂ ഒന്നും മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മരവും അതേപോലെ സ്കൈയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ക്ലാസ് അല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ.